അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിന് വീണ്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, നല്ല സാക്ഷ്യങ്ങളെയൊക്കെ കേൾപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ ദൈവവചനം സംസാരിക്കുവാനും കർത്താവിൻ്റെ മേശയിൽ നിന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനുമുള്ള സമയമാണ്. പ്രാർത്ഥനയോടെ, വളരെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പാസ്റ്റർ കെ എം ജോർജിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയും പരിചയപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് സംശയിക്കുകയാണ്. എന്നാലും പുതിയതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രണ്ട് വാക്കുകൾ പറഞ്ഞ് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹ്റിനിൽ IPCയോടുള്ള ബന്ധത്തിൽ എൻ്റെ റീജിയണൽ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഹെബ്രോൺ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇന്നേക്ക് ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ഒരു ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിച്ചത് ഓർക്കുന്നു. അതിനുശേഷം ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ വിവിധ സെഷനിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യയായിരിക്കാൻ വലുവനായി കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാനും ദൈവവചനം ഒന്നിച്ച് ചിന്തിക്കുവാനൊക്കെ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച് മീറ്റിങ്ങിനായി ക്ഷണിച്ച ദൈവസഭയോട്, ദൈവദാസനോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ റോയ് സാമുവൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിഷാനി, കുഞ്ഞുങ്ങൾ 2 പേര്, ഷാരോന്, ഷാലോമ്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസൻ ഇപ്പം പറഞ്ഞു, ഞങ്ങൾ തിരുവല്ലായി ചെന്നപ്പം നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ചാപ്പാട് മേടിച്ചു തന്നു. ഇന്നലെ രാത്രിയിൽ എനിക്ക് വേണ്ടി ഒരുക്കിയ ഫുഡ് കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പ്രത്യേകിച്ച് ഞാൻ ബഹ്റിനിൽ 46 വർഷം കൊണ്ട് അവിടെ കിട്ടാത്ത ഫുഡൊന്നുമില്ല, പക്ഷെ അവിടെ പോലും ഇല്ലാത്ത ഫുഡാണ് ഇന്നലെ ഒരുക്കിക്കൊണ്ട് തന്നത്. പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നത് മറന്നു കളയുവാൻ തക്കോണം ദൈവം അനീതിയുള്ളവനല്ല. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ താമസിക്കുന്നത് സുബിൻ്റെയും ക്രിസ്റ്റിയുടെയും അവരുടെ മാതാവും കൂടെയുള്ള ഭവനത്തിലാണ്. എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. വളരെ ഒരു ദൈവദൂതനെ ശുശ്രൂഷിക്കുന്നത് പോലെ എന്നെ ശുശ്രൂഷിപ്പാൻ മാനിപ്പാനും ആ കുടുംബത്തിന് ഇടയായി. അവരോടുള്ളതായ കഴിഞ്ഞ ദിവസങ്ങളിലെ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരുന്നു. വിശേഷാൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഞാൻ ഇന്ന് രാവിലെ സാധാരണ ഞാൻ 4:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കാറുണ്ട്. എത്ര ലേറ്റായിട്ട് കിടന്നാലും 4:30 മണിക്ക് എഴുന്നേൽക്കും. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഇന്ന് മെയിനായിട്ട് പ്രാർത്ഥിച്ച വിഷയം ആ കുഞ്ഞിന് വേണ്ടിയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. സ്തോത്രം. വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ഒരുക്കിക്കൊണ്ട് വന്ന മെസ്സേജ് അങ്ങ് മാറ്റി വെച്ച്, എനിക്കറിയാം അത് എടുത്തു കഴിഞ്ഞാൽ എങ്ങും നിൽക്കത്തില്ല, അതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. മറ്റൊരു വിഷയമാണ്, അതും അതിൻ്റെ സമ്മറി മാത്രം പറഞ്ഞിട്ട് കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശേഷാൽ പ്രിയ സൈജുവിനോടും മാതാവിനോടും സഹോദരിയോടും, സൈജുവും കുടുംബത്തോടും മാതാവിനോടും സഹോദരിയോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ കടന്നു പോയപ്പോൾ, വർഷം ഞാൻ ഓർക്കുന്നില്ല, സൈജുവിൻ്റെ പിതാവിനെ കാണുവാനും അവരുടെ ഭവനത്തിൽ പോകുവാനും ഇടയായിട്ടുണ്ട്. അന്ന് സൈജുവിൻ്റെ സിസ്റ്റർ എനിക്ക് തോന്നുന്നു കൈക്കുഞ്ഞായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അവർ കടന്നുപോയ പ്രതിസന്ധികളൊക്കെ ഒരു വിധത്തിൽ എനിക്കും അറിയാം. എന്നാൽ മാനിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ മധ്യ ഇവിടെ ഈ ആസ്ട്രേലിയയുടെ മണ്ണിൽ കൊണ്ടുവന്നെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അത് നമുക്ക് പ്രത്യേകം ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനുള്ളത്. അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും കാണുമാറാക്കിയെങ്കിലും വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അനേകർ ആശ്ചര്യം കൂറുമാറ് ദൈവ കുടുംബത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് വെച്ച് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരമൊരുക്കിയല്ലോ. ഇന്ന് ഉയർപ്പിൻ്റെതായ ദിനമാണ്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ അല്ല, മുസ്ലിങ്ങൾ ഉൾപ്പെടെ, എനിക്കറിയാം ഈസ്റ്ററിൻ്റെ ദിവസത്തിൽ അറബികളൊക്കെ
ഞങ്ങൾക്ക് പ്രത്യേകം ഈ ഗ്രീറ്റിങ്സ് ഒക്കെ അയക്കും. അവരെല്ലാം ഒരുപോലെ ഈസ്റ്റർ കൊണ്ടാടുന്നുണ്ട്. എന്നാൽ ഉയർപ്പിൻ്റെ ദിനത്തിൽ ക്രിസ്തു ഉള്ളിൽ ഉരുവായവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ 3-ാമത്തെ ദിനമാണ് ഇന്ന്. ഈ കർത്തൃ ദിവസം ഉയർപ്പിൻ്റെ ദിനമാണ്. നമുക്കറിയാം, ദൈവം പാഴും ശൂന്യമായ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ 3-ാം ദിനം നടത്തിയ സൃഷ്ടിയെക്കുറിച്ച്. എന്താ 3-ാം ദിനം നടത്തിയ സൃഷ്ടി? 3-ാം ദിനം വെള്ളത്താൽ കവിഞ്ഞു കിടന്ന വെള്ളത്തെ മാറ്റി ഒരു ഉണങ്ങിയ നിലത്തെ സൃഷ്ടിച്ചു. ആ നിലത്തിന് ഭൂമി എന്ന് പേരിട്ടു. ആ ഭൂമിയിൽ നിന്ന് വിത്തുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ ഉള്ളവായി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. 3-ാം ദിനത്തിൽ ദൈവം ഒരു പുതിയ അനുഭവം ഭൂമിക്ക് നൽകി. നാളുകളായി കവിഞ്ഞു കിടന്നിരുന്നതായ, നാളുകളായി നനയിച്ചു കൊണ്ടിരുന്നതായ അവസ്ഥ ദൈവം പറഞ്ഞു, മതി, നനയിച്ചത് മതി, കരയിച്ചത് മതി, ഇനി ഒരു ഉണങ്ങിയ അനുഭവം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിലായിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നാളുകളായി നിന്റെ മേൽ കവിഞ്ഞു കിടന്ന അനുഭവങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കടന്നുപോയ അനുഭവങ്ങൾ, ഈ 3-ാം പകൽക്കാലം ദൈവം വിടുതൽ നൽകുന്ന, ഉയർപ്പ് നൽകുന്ന പകൽക്കാലമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ഏറിയ നാളുകളായി നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും നിരാശയുടെ അനുഭവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വിടുതലിൻ്റെ പകൽക്കാലമായി ദൈവം മാറ്റട്ടെ. ദൈവം അതിന്മേൽ പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുക്കിക്കൊണ്ട് വന്നത് മാറ്റി വെച്ചിട്ട് സ്തോത്രം മറ്റൊരു വിഷയമാണ് എടുക്കുന്നത്. സമ്മറി മാത്രമേ പറയുന്നുള്ളൂ. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ബട്ട് ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ലോർഡ്. തൻ്റെ ദൈവമായ യഹോവയിൽ അവൻ ധൈര്യപ്പെട്ടു. ആ പശ്ചാത്തലം വിവരിപ്പാൻ സമയമില്ല, ഞാൻ വിവരിക്കുന്നില്ല. 30-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, താൻ സ്നേഹിച്ച ഭാര്യമാര്, തൻ്റെ കുടുംബങ്ങൾ, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ അനുഭവങ്ങൾ എല്ലാം ചാരമായ ഒരു അനുഭവമാണ്. സ്തോത്രം. സകലത് നശിച്ചു പോയ ഒരു അനുഭവം, പ്രതീക്ഷിക്കാത്ത അനുഭവത്തിൽ അവർ മടങ്ങി വന്നപ്പോൾ, ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ, അവരുടെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അമാലേക്യർ കൊള്ളയിട്ട് സകലതും ചാരമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ ഫേസ് ചെയ്യുന്നത്. കൂടെ നടന്നവര് 600 പേരുണ്ട്. കൂടെ നടന്നവര്. സ്തോത്രം. അവര് പറഞ്ഞു, ഇവനെ കല്ലെറിയണം. സ്തോത്രം. ഈ കൂടെ നടന്നവരാരെന്നറിയാമോ? ഞെരുക്കമുള്ളവര്, കടമുള്ളവര്, സന്തുഷ്ടിയില്ലാത്തവര്, അങ്ങനെയുള്ള ഒരു കൂട്ടം ജനമാണ് ദാവീദിനോടൊപ്പം ചേർന്നത്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ ദാവീദ് നടന്നത്. സന്തുഷ്ടിയില്ലാത്തവന് സന്തുഷ്ടി കൊടുത്ത്, കടഭാരമുള്ളവന് കടം വീട്ടി, ഞെരുക്കമുള്ളവൻ്റെ ഞെരുക്കം മാറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നതാ. ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവർ കല്ലെടുത്തു. ഇവനെ എറിഞ്ഞു കൊല്ലണം. സ്തോത്രം. ഇതാണ് ലോകം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ.
ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കാമെന്ന്, നിന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവരെല്ലാം മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നരുളി ചെയ്തവൻ. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ എന്നരുളി ചെയ്തവൻ. ഹല്ലേലൂയ, അവൻ നമ്മോട് കൂടെ ഉണ്ട്. അവൻ ഇമ്മാനുവേലാണ്, അവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വായിച്ച ഭാഗത്തിലേക്ക് ഒന്ന് മടങ്ങി വരട്ടെ, ഒന്ന് പശ്ചാത്തലം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്കറിയാം, ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തത് ശൗലിനെ മാറ്റിയിട്ട്, സ്തോത്രം, ശൗൽ ദൈവകൽപ്പന അനുസരിക്കാതെ വന്നത് നിമിത്തം ദൈവം ശൗലിനെ തള്ളിക്കളഞ്ഞ നിമിത്തം ദുഃഖത്തോടെ ശമൂവേൽ ഇരിക്കുക. ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിലെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശമൂവേലിനോട് ദൈവം ചോദിക്കുക, നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കുക, എത്രത്തോളം നിന്റെ ദുഃഖം എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ശൗലിനെ രാജ്യസ്ഥാനത്തു നിന്ന് മാറ്റിയത് കൊണ്ട് നീ ദുഃഖിച്ചിരിക്കുക. നീ ഒരു കാര്യം ചെയ്ത് കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ട് പുറപ്പെടാൻ ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവനെ ഇസ്രായേലിന്റെ പ്രഭുവായിട്ട് നീ അങ്ങ് നിയമിച്ചോളാൻ പറഞ്ഞു. ചോദിച്ചു, ഞാൻ പോയി കഴിഞ്ഞാൽ ശൗൽ എന്നെ കൊല്ലത്തില്ലയോ? ഞാൻ എങ്ങനെ അവനെ? അതിൻ്റെ പോംവഴി എല്ലാം അവിടെ പറയുന്നുണ്ട്. 16-ാം അധ്യായം വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. സ്വന്തം അപ്പൻ പോലും അവനെ ഒരു രാജാവായിട്ട് കണ്ടിട്ടില്ല. മക്കളുടെ കൂട്ടത്തിൽ പോലും കൂട്ടിയിട്ടില്ല. ആരെ? ഈ ദാവീദിനെ. ശമൂവേലോ പട്ടണത്തിലേക്ക് തൈലക്കൊമ്പ് നിറച്ചുകൊണ്ട് വരുമ്പോൾ പട്ടണക്കാർ കണ്ടിട്ട്, പട്ടണക്കാരെല്ലാം കൂടെ അവൻ്റെ അടുക്ക, നീ എന്തിനു വന്നു, നിന്റെ യാത്ര ശുഭമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു യാഗം കഴിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇശായിയുടെ ഭവനത്തിൽ ചെന്നു. മക്കളെ വിളിക്കാൻ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചു വരുത്തി. ദൈവം പറഞ്ഞു, ഇവനെയൊന്നുമല്ല ഞാൻ കണ്ടത്, ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ചോദിച്ചു, ഇനി നിന്റെ മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. അപ്പം പറഞ്ഞു, ഉണ്ട് ഒരുത്തൻ, അവനെ ഞാൻ മകനായിട്ടൊന്നും കണ്ടിട്ടില്ല, അവനെ ആടിനെ മേയ്ക്കാൻ വിട്ടിരിക്കുക. അവനെ വരുത്തിയിട്ടല്ലാതെ നാം ഭക്ഷണത്തിന് യാഗം കഴിക്കത്തില്ല എന്ന് പറയത്തക്കവണ്ണം. ഹല്ലേലൂയ. ഈ സ്തോത്രം, അവനെ വരുത്തേണ്ടി വന്നു. അപ്പന് അവനെ വരുത്തേണ്ടി വന്നു. സ്തോത്രം. അവിടെയാണ് അവനെ അഭിഷേകം ചെയ്ത് രാജാവായിട്ട് മാറ്റുന്നത്. പിന്നത്തേതിൽ ദാവീദ് കടന്നുപോയ അവസ്ഥകൾ ഓരോന്നും വിവരിപ്പാനല്ല ഞാൻ തുടങ്ങുന്നത്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് ഇസ്രായേലിലെ കന്യകമാർ ഗാനപ്രതിഗാനമായി പാടി ഫെലിസ്ത്യനെ ദാവീദ് ഒരു കവണയും കല്ലും കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. 40 ദിവസം വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയതായ, സ്തോത്രം, ബലിസ്ത്യനായ ഗോലിയാത്തിനെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊന്നവന്റെ തലയെ അറുത്തു. യുദ്ധങ്ങളെ ചെയ്ത ദാവീദ്, സ്തോത്രം, ഇപ്പൊ പറയുക, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. 27-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം വാക്യം. ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോവുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. And David said in his heart, I shall now perish one day by the hand of Saul. There is nothing better for me than that I should speedily escape into the land of Philistines. ശ്രദ്ധിക്കണമേ, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്രത്യേകമായ പർപ്പസിന് വേണ്ടി ഒരുവനെ മാറ്റിയിട്ടാണ് ദാവീദിനെ അഭിഷേകം ചെയ്തത്. ദൈവത്തിനായി, ഹല്ലേലൂയ, തന്റെ ജനത്തിന് വേണ്ടി ഇസ്രായേൽ യുദ്ധങ്ങളെ നടത്തിയവൻ. ഇപ്പൊ പറയുക, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കത്തേ ഉള്ളൂ, എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോകുക. ഫെലിസ്ത്യൻ ആരാ?
ഹാമിന്റെ കൊച്ചുമക്കൾ ഒരുവനാ ഫെലിസ്തൻ. ശപിക്കപ്പെട്ട, സ്തോത്രം, ഹാമിന്റെ കൊച്ചുമക്കൾ ഒരുവനാണ് ഫെലിസ്ത്യൻ. ഈ ഫെലിസ്തന്റെ സ്വഭാവമുണ്ട്. സ്വഭാവം എന്താ ഫെലിസ്തന്റെ സ്വഭാവം? ഫെലിസ്തൻ ജഡത്തിന് അത് സമമായിട്ട് നിൽക്കുന്നു. നമ്മുടെ ജഡത്തെയാണ് കാണിക്കുന്ന ഫെലിസ്ത്യ സ്വഭാവം. അത് ആത്മീയ കാഴ്ചപ്പാട് നഷ്ടമാക്കും. സ്തോത്രം. അവന്റെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷം, ദ മൈഗ്രേറ്റിംഗ് വൺ. വിസയൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഒരാൾക്ക് PR കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇവന് PR ഒന്നും വേണ്ട. ഇവൻ നമ്മുടെ നാട്ടിലെ ഈ പ്ലാവേലും മാവേലും ഒക്കെ ഈ ഇത്തള് അതിനവിടെ ആരെങ്കിലും കൊണ്ട് നടുന്നാണ്. ആരോടും ചോദിക്കാതെ പ്ലാവേലും മാവേലും ഒക്കെ ഇത്തള് വീഴും, ചെറിയ ഇത്തള്. അതങ്ങോട്ട് വലുതായി കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ, 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ മാവ് കാണത്തില്ല, ഇത്തളെ കാണത്തുള്ളൂ. മാവിനെയോ അല്ലെ പ്ലാവിനെയോ ഉണക്കിക്കളയും. അതാ ഇവന്റെ സ്വഭാവം. ഇവൻ എവിടെ കയറിയാലും നശിപ്പിച്ച് ഉണക്കിക്കളയും. അതാ ഈ ഫെലിസ്ത്യന്റെ സ്വഭാവം. ഇപ്പം ദാവീദ് പറയും, എനിക്ക് വേറെ നിവർത്തിയില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, സ്തോത്രം, അവിടെ ഉപയോഗിച്ചിരിക്കുന്നു that I should speedily escape. എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ ചെന്നേ പതിയാകെയുള്ളൂ. സ്തോത്രം. ഫെലിസ്ത്യന്റെ സ്വഭാവം ഒത്തിരി ഉണ്ട്, എല്ലാം പറയുവാൻ സമയമില്ല. സ്തോത്രം. എനിക്കൊരു 10 മിനിറ്റ്, ഒരു 8 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ മെസ്സേജ് നിർത്തേണ്ടി വരും. എന്നാലേ കർത്താവിന്റെ മേശയും കൂടെ നടത്താനുള്ള സമയം കിട്ടത്തുള്ളൂ. ഫെലിസ്ത്യന്റെ സ്വഭാവം അനുഗ്രഹത്തിന്റെ ഉറവകൾ മണ്ണിട്ട് നികത്തുന്ന ഒരു സ്വഭാവം ഫെലിസ്ത്യന്റെ സ്വഭാവമാണ്. സ്തോത്രം. എങ്ങനെ മണ്ണിട്ട് നികത്തുന്നത്? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അബ്രഹാമിന്റെ കാലം നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ശ്രദ്ധയോടെ അങ്ങ് ഇരുന്നാൽ മതി. എടുപ്പിക്കുക, ബാക്കി എടുപ്പാൻ പോയി കഴിഞ്ഞാൽ ശ്രദ്ധ വിട്ടുപോകും. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെ ഇസഹാക്ക് വീണ്ടും കുഴിച്ചു. അബ്രഹാം അതിനിട്ട പേരിനെ വീണ്ടും വിട്ടു എന്നാണ്. എങ്ങനെ കിണർ നികത്തിക്കളഞ്ഞത്? കിണർ കുഴിക്കുന്നത് എങ്ങനെയെന്ന് സംഖ്യാപുസ്തകത്തിലുണ്ട്. തങ്ങളുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ട് കുത്തി അവർ പാടും, കിണറേ പൊങ്ങിവായി എന്ന് പാടുമ്പോൾ എങ്ങനെ പാടുന്നത്? വിശ്വാസത്താൽ. മരുഭൂമിയിൽ വിശ്വാസത്താൽ അവരുടെ ദണ്ഡുകൾ കൊണ്ട് കുത്തിയിട്ട് പറയും, കിണറേ പൊങ്ങിവാ, ഈ ജീവന്റെ ജലമേ പൊങ്ങിവാ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി പുറപ്പെട്ട ആത്മീക ഉണർവ്, ആ ഉറവകൾ ആര് നികത്തിക്കളഞ്ഞു? ഫെലിസ്ത്യൻ നികത്തിക്കളഞ്ഞു. എങ്ങനെയാ ഫെലിസ്ത്യൻ കിണർ നികത്തുന്നത്? മണ്ണ്, ചെറിയ ചെറിയ മണ്ണും കല്ലും ഒക്കെ ഇട്ടത്. ഒന്നിച്ചു കൊണ്ടൊന്ന് ശബല JCB കൊണ്ടൊന്നൊന്നും ഇട്ടതല്ലെന്നേ. ഓരോ ദിവസം ഉണ്ടാകുന്ന, ഓരോ ദിവസം നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ, നിന്റെ ചെയ്തികളിൽ, നിന്റെ ചിന്തകളിൽ കൂടെ, സ്തോത്രം, ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയുന്ന ചിന്തകൾ ഇട്ടുകൊണ്ട് ദൈവികമായ ദൈവത്തോടുള്ള സംസർഗം, ദൈവത്തോടുള്ള ബന്ധം നശിപ്പിച്ച് കളയുന്ന പോരാണ് ആര് നടത്തുന്നത്? ഫെലിസ്ത്യൻ നടത്തുന്നത്. അങ്ങനെയുള്ള ദേശത്തേക്ക്, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക്, സ്തോത്രം, ഓടിപ്പോകുവാൻ ദാവീദ് താല്പര്യം. അവൻ ഓടിപ്പോയി. സ്തോത്രം. അവിടെ ഓടിച്ചെന്നപ്പം നോക്കിയിരിക്കുക ആരാ? ഫെലിസ്ത്യൻ. സ്തോത്രം. അവൻ ഗത്ത് രാജാവായ ആഖീഷിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. അവനോട് പറഞ്ഞു, നിവർത്തിയില്ല കേട്ടോ, നിവർത്തിയില്ല, എനിക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് നിന്റെ ഊരില്, നിന്റെ ഈ രാജ്യത്ത് ഒരു സ്ഥലം എനിക്ക് കൽപ്പിച്ച് തരയണമേ എന്ന് പറഞ്ഞു. എടാ, ഇവൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ശത്രു തന്ത്രങ്ങൾ ഒരുക്കി, സ്തോത്രം, തന്ത്രങ്ങൾ ഒരുക്കി അവിടെ ഓടിക്കുവാൻ എല്ലാ പ്ലാനും ചെയ്തിപ്പോൾ ഓടി അവിടെ ചെന്നിരിക്കുക. അവൻ ചോദിക്കാത്ത താമസം സിഗ്ലാഗ് എന്ന് പറഞ്ഞ ഒരു പട്ടണം അങ്ങ് കൽപ്പിച്ച് നൽകി. അവന്, ഞാൻ ചിന്തിക്കുന്നു, അവനവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് പാടി കാണും. എൻ്റെ ദൈവം എത്ര നല്ലവനാ. വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഈ സിഗ്ലാഗ് കൽപ്പിച്ച് തന്നല്ലോ, നല്ലൊരു സ്ഥലം എനിക്ക് കൽപ്പിച്ച് തന്നല്ലോ. സ്തോത്രം. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാ അല്ലേ? ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം യുക്തിയിലും ആശ്രയിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ദൈവം എനിക്ക് സാക്ഷ്യം പറയുന്നവരുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ.
നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നിന്നെ മുടിച്ച് കളയുവാൻ തക്കവണ്ണം ദുഷ്ടൻ ഒരുക്കുന്ന തന്ത്രങ്ങളെ ദൈവജനം തിരിച്ചറിയണം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീനെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. നാം പിശാചിന്റെ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പർപ്പസിനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഇപ്പോൾ സിക്ലാഗില് അവർ ഗത്ത് രാജാവിന്റെ ദാസനായിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അധികാരിയായി ദൈവം നിയമിച്ചവൻ ഇപ്പോൾ ദാസനായി തീർന്നിരിക്കുക. അധികാരിയായി സർവത്തെയും അധികാരത്തോടെ ദൈവമാക്കിയവൻ ഒരു പിച്ചക്കാരനെ പോലെ ചെന്ന് ഗത്ത് രാജാവിന്റെ അടുക്ക ചെന്ന് കെഞ്ചുക, എനിക്കൊരു സ്ഥലം തരയണമേ എന്ന്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോ കുഞ്ഞെ, നിന്നെ വിളിച്ചതിന് പിന്നിൽ ഒരു പ്രത്യേകമായ പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. നീ സാധാരണക്കാരനല്ല. നിന്നെ വിളിച്ചപ്പോൾ തന്നെ ആ കോളിങ്ങിനകത്ത് പ്രത്യേകമായ ഒരു പദവി തന്നിട്ട് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീ നിന്റെ ഹല്ലേലൂയ ശക്തിയിൽ ആശ്രയിക്കരുത്. ദാവീദ് തന്റെ ശക്തിയിൽ ആശ്രയിച്ചവനല്ല, എന്നാൽ ആശ്രയിക്കേണ്ടി വന്നു. അതിന് തന്ത്രങ്ങൾ പിശാച് ഒരുക്കി. ഹല്ലേലൂയ. ശൗൽ ഫെലിസ്തീനെ കണ്ട് ഭയപ്പെട്ടോടുമ്പോ, ഹല്ലേലൂയ, ഫെലിസ്തന്റെ മുന്നിലേക്ക് ബാലനായ ദാവീദ് ഓടിച്ചെന്ന്, ഹല്ലേലൂയ, കവുണയിൽ നിന്നൊരു കല്ലെടുത്ത് വീശി അവനെ എറിഞ്ഞ് വീഴ്ത്തിയെങ്കിൽ, ഹല്ലേലൂയ, ഫെലിസ്തൻ വിചാരിച്ചു, ഗോലിയാത്ത് വിചാരിച്ചു, എടാ ഇവൻ എന്നെ ചെയ്യാനാ. പക്ഷെ അവന്റെ പൂണിയിൽ മറഞ്ഞിരുന്ന ആ കല്ലുണ്ടല്ലോ, ആ കല്ല് കാണുവാനുള്ള കണ്ണ് ആർക്കില്ലായിരുന്നു? ഗോലിയാത്തിനില്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദൈവസന്നദ്ധിയിൽ ഹല്ലേലൂയ നല്ല ഗാനങ്ങൾ പാടി ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്നവനായിരുന്നു ദാവീദ്. അവനിലുള്ള കൃപ കാണുവാൻ ഫെലിസ്ത്യന് ഗോലിയാത്തിന് കഴിഞ്ഞില്ല. എന്നാൽ അതൊക്കെ അങ്ങ് നഷ്ടപ്പെടുത്തി. സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ സകലതും ചാരമായ അനുഭവത്തിലായി തീർന്നു. സ്തോത്രം. എന്നാൽ ഒരു സത്യം അവന് മനസ്സിലായി, കൂടെ നടക്കുന്നവർ എതിരായി നിന്നാലും എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് ഈ കർത്തൃ ദിവസത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ ജീവിതയാത്രയിൽ നിന്നെ തകർത്ത് കളയുന്നതായ പോര്, ഹല്ലേലൂയ, സ്തോത്രം, ഓരോ ദിനവും ഉണ്ട്. മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് ഒരു വാട്സപ്പിൽ എനിക്ക് ഒരാൾ അയച്ചു തന്നു. വിവരിപ്പാൻ സമയമില്ല. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം ഉണ്ടെന്ന് അതിൽ എഴുതിയിരിക്കുന്നത്. നാം പോരാടുന്ന പിശാചിനോടാ. സ്തോത്രം. ഹല്ലേലൂയ. ആ പിശാചിന്, സ്തോത്രം, ഈ അന്ധകാരത്തിന്റെ അധിപതികളോട് പോരാടുമ്പോൾ ഒരു 2 മിനിറ്റ് എന്നൊരു കുരിശും വരച്ച, അല്ലെങ്കിൽ സ്തോത്രം, കിടക്കയിലോട്ടിരുന്നേച്ച് കർത്താവേ നീ സകലതും അറിയുന്നു, ഞാനിതാ മറിയുന്നു എന്ന് പറഞ്ഞ് കിടക്കയിലോട്ട് മറിയുന്ന അനുഭവമല്ല പ്രാർത്ഥന. ഒരു ദിവസം 24 മണിക്കൂർ നിന്റെ മുമ്പിൽ തന്നിരിക്കുമ്പോ ഹല്ലേലൂയ അതിന്റെ ദശാംശം എങ്കിലും കൊടുക്കുവാൻ നീ കടപ്പെട്ടവനാണ്. നിനക്ക് തരുന്ന സമയത്തിന്റെ, നിനക്ക് തരുന്ന ധനത്തിന്റെ ദശാംശം ദൈവത്തിനുള്ളതാണ്, അത് നിന്റേതല്ല. ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, എവിടെങ്കിലും കൊട്ടിട്ട് ദൈവം പിടിക്കും. എവിടെങ്കിലും നീ കൊടുക്കേണ്ടി വരും. സ്തോത്രം. അത് മനസ്സിലാക്കിക്കൊള്ളണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത് മോട്ടിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്. ഹല്ലേലൂയ. ദൈവത്തിനുള്ളത് അങ്ങ് മാറ്റി വെച്ചേക്കണം. അത് മാറ്റി വെച്ചിട്ട് മതിയെന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ അധ്വാനത്തിന്റെ ശമ്പളം നീ ലഭിക്കുമ്പോൾ നീ ചിന്തിക്കരുത് നിന്റെ കഴിവ് കൊണ്ട് നേടിയതാണെന്ന്. അത് ചെയ്യുവാനുള്ള ബലം തന്നത് ദൈവമാണ്, അതിനുള്ള ആരോഗ്യം തന്നത് ദൈവമാണ്, അതിനുള്ള കഴിവ് ദൈവം തന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ടതാണ് കൊടുത്തേക്കണേ. സമയം. ഹല്ലേലൂയ. 24 മണിക്കൂറിന്റെ 10 ടൈംസ് എന്ന് പറഞ്ഞാൽ 10 ടൈംസ് അല്ല, 10%. ഹല്ലേലൂയ. 10% എന്ന് പറഞ്ഞാൽ എത്ര?
എത്ര? 24-ന്റെ 2 മണിക്കൂർ 24 മിനിറ്റ്, 2 hours 24 minutes. നീ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന സമയം 10 മിനിറ്റ് ഉണ്ടോ? ഒരു മാറ്റം സംഭവിക്കട്ടെ, ഒരു മാറ്റം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം എന്നെ ഇവിടെ അയച്ചെങ്കിൽ ദൈവദാസന് ഇതൊന്നും പറയത്തില്ല, എനിക്കറിയാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കൊടുക്കുന്ന കാര്യമൊന്നും സാധാരണ ദൈവദാസന്മാർ പറയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പഴയ പിതാക്കന്മാർ പറയുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഈ മാതാവ്, സ്തോത്രം, ഇവിടെ പറഞ്ഞല്ലോ, കഷ്ടതയുടെ നടുവിൽ സഹായിക്കേണ്ടവരെ സഹായിച്ചു എന്ന്. സ്തോത്രം. ദൈവത്തിന് കൊടുത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ അനീതിയുള്ളവനല്ല. ഹല്ലേലൂയ, സ്തോത്രം. അവൻ മടക്കി തരുന്ന ദൈവമാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന് കൊടുത്തു നോക്കാൻ. അത് മാത്രമേ പരീക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. യെസ്, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. അവന് നഷ്ടമായത്, അടുത്ത താഴോട്ടുണ്ട്, അവന് നഷ്ടമായത്, ശത്രു എടുത്തുകൊണ്ട് പോയത് ഒന്നുപോലും കുറയാതെ അവന് മടക്കി ലഭിച്ചെങ്കിൽ, നീ ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരാൻ തയ്യാറായാൽ, ഇറങ്ങിപ്പോയ മണ്ഡലത്തിൽ നിന്ന്, ഇറങ്ങിപ്പോയ മണ്ഡലം ഏതാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഓരോരുത്തർ ഇറങ്ങിപ്പോയ മണ്ഡലം, ആ ഇറങ്ങിപ്പോയ മണ്ഡലത്തിൽ നിന്ന് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ നഷ്ടമായത് ദൈവം നിന്റെ മടിയിലേക്ക് മടക്കി വരുത്തും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിലായിരിക്കുമ്പോൾ ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ബലം പ്രാപിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നാം ഈ കർത്താവിൻ്റെ മേശയുടെ അടുക്കിലേക്ക് നാം അടുത്തു വരുന്നു. ഹല്ലേലൂയ. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞ് തൻ്റെ അരുമ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച മഹത്തായ ശുശ്രൂഷയുടെ അടുക്കലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പ്രഭാതത്തിൽ, സ്തോത്രം, ഇംഗ്ലീഷ് സർവീസിലെ കർത്താവിൻ്റെ മേശ ഇവിടെ ദൈവദാസൻ അനുഷ്ഠിച്ചു. ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ടവരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പൗലോസ് എഴുതുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവ്, സ്തോത്രം, തൻ്റെ ദാസനായ പൗലോസിന് കൽപ്പിച്ച് നൽകിയതാണ് ഈ കർത്താവിൻ്റെ മേശ എന്നുള്ളത്. കർത്താവുമായിട്ട് പെസഹ അനുഷ്ഠിച്ചതായ, സ്തോത്രം, പെസഹായുടെ രാത്രി ശിഷ്യന്മാർ 12 പേരുണ്ടായിരുന്നു. കർത്താവിൻ്റെ മേശ അവിടെ വെച്ചാണ് ദൈവം അനുഷ്ഠിക്കുന്നത്. പെസഹായ്ക്ക് ശേഷം ഒരുത്തൻ അങ്ങ് ഇറങ്ങിപ്പോയി. ബാക്കിയുള്ളവരുമായിട്ട് പെസഹ കർത്താവിൻ്റെ മേശ ദൈവം അവിടെ ചെയ്തു. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് ദൈവം തൻ്റെ ദാസനായ പൗലോസിലൂടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് 1-2 വിഷയങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട, ഹല്ലേലൂയ, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായ ഹൃദയത്തിൽ സ്വീകരിച്ചവർ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസം സ്വീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, അല്ലെങ്കിൽ ആ അനുഭവത്തിനായി കാത്തിരിക്കുന്നവർ, മാത്രമല്ല ജീവിതത്തിൽ വിശുദ്ധി നിർമ്മലതയും പുലർത്തുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതാണ് ഈ കർത്താവിൻ്റെ മേശ എന്നുള്ളത്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ മുമ്പാകെ ആയിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത്, നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പി. കർത്താവിൻ്റെ ശരീരത്തോടും രക്തത്തോടും ബന്ധം പുലർത്തുന്നതായ ഈ സമയം, അതിനായി നമ്മെ തന്നെ ഒരുക്കുന്ന ഈ സമയം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എപ്രകാരമായിരിക്കുന്നുവെന്ന് ഒരു നിമിഷം നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. ഈ 1-2 നിമിഷങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൽ പ്രാർത്ഥിപ്പാനുള്ള സമയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയങ്ങളെ ദൈവത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ഈ സ്തോത്രം പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലെ, ഹല്ലേലൂയ, സമർപ്പണത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം.
സ്തോത്രം. ഒരു തിരുവചന ഭാഗം ഹല്ലേലൂയ ഇവിടെ വായിപ്പാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ഞാനത് ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. അലക്സാണ്ടറിന്റെ രൂഫോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. സ്തോത്രം. അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് ശുശ്രൂഷയിലേക്ക് ഞാനൊന്ന് കടക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ലിബിയായുടെ പ്രദേശത്ത് നിന്ന് കടന്നു വന്നവനാണ് ഈ കുറേനക്കാരനായ ശിമോൻ. അവൻ യെരുശലേമിൽ ആരാധിപ്പാൻ കടന്നു വന്നവരാണ്. യെരുശലേമിൽ വർഷിപ്പ് ചെയ്യാൻ തക്കോണം യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് കടന്നു വന്നവരാണ്. അവൻ കടന്നു വരുമ്പോൾ ആ ദൃശ്യം, ആ പശ്ചാത്തലം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണമേ. അനേകായിരങ്ങൾ ഒന്നിച്ചു കൂടുന്ന സമയമാണ് യെരുശലേമിൽ ഈ പെസഹായുടെ നാളുകളിൽ. അവൻ കടന്നു വരുമ്പോൾ സാധാരണയിലല്ലാത്ത ഒരു വലിയ ജനക്കൂട്ടം യെരുശലേമിൽ നിന്ന് പുറത്തോട്ട് വരുന്നു, യെരുശലേമിന്റെ വെളിയിലേക്ക് വരുന്നു. അവൻ യെരുശലേമിലേക്ക് നടന്നു പോകുകയാണ്. അവൻ നോക്കുമ്പോൾ ആരവാരമുണ്ട്, അനേക പട്ടാളക്കാരുണ്ട്. അവനതൊന്ന് എന്താണ് കാഴ്ചയെന്ന് കാണുവാൻ തക്കോണം അവൻ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ഒന്ന് എത്തി നോക്കി. ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ അവനൊന്ന് എത്തി നോക്കി. അവൻ നോക്കുമ്പോൾ തലയിൽ മുൾക്കിരീടം വെച്ച് അടിക്കപ്പെട്ടവനായി, മാംസമെല്ലാം പറിച്ചെടുത്തവനായി, അതേ രോമം പറിക്കപ്പെട്ടവനായിട്ട്, രക്തധാരിയായി, ഒട്ടും നടക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ഭാരമേറിയ മരക്കുരിശും എടുത്തുകൊണ്ട് വീണും എഴുന്നേറ്റും നടന്നു വരുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. അവൻ അത് എത്തി നോക്കി, ഇതെന്താണ് സംഗതി എന്ന് എത്തി നോക്കുമ്പോ പട്ടാതെ ആ പടയാളികൾ അവനെ നിർബന്ധിച്ചപ്പോൾ അവനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവന്റെ ക്രൂശ് ചുമപ്പാൻ, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിർബന്ധിച്ചു. നിർബന്ധത്താൽ ആ ക്രൂശ് എടുത്തത്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, പൗലോസ് എഴുതുമ്പോൾ അലക്സാണ്ടറിന്റെ രൂഫോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധയായ ഹല്ലേലൂയ, സ്തോത്രം, രൂഫോസിന്റെ അമ്മയ്ക്ക് വന്ദനം ചെയ്യുവീനെന്ന് സ്തോത്രം പൗലോസ് അതേ വന്ദനം ചെയ്യുമ്പോൾ അതേ ഈ കുറേനക്കാരൻ ശിമോന്റെ ഭാര്യയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, അവൻ പ്രസിദ്ധനായി തീരുവാൻ, അവന്റെ തലമുറ പ്രസിദ്ധനായി തീരുവാൻ ഇടയായത് നിർബന്ധത്താൽ ഈ ക്രൂശ് തന്റെ പിതാവ് എടുത്തത് നിമിത്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ തിരുമേശയുടെ മുമ്പാൽ നാം ആയിരിക്കുമ്പോൾ ദൈവമാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മോട് കരുണ തോന്നിയിട്ട് ഹല്ലേലൂയ നമ്മെ ഇതിന് യോഗ്യതയുള്ളവരാക്കി തീർത്ത ദൈവകൃപ ഓർക്കുമ്പോ നാം എത്രയധികം ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, തകർക്കപ്പെട്ടവനായി, ഭാരമേറിയ അതേ പച്ചമര കുരിശും എടുത്തുകൊണ്ട് വീണ് എഴുന്നേറ്റും നടന്നു വരുന്ന യേശുവിന്റെ ആ ഹല്ലേലൂയ, സ്തോത്രം, ആ രൂപമെന്ന അന്തരാത്മാവിൽ കാണുവാൻ നമുക്ക് ഇടയാകട്ടെ. പ്രവാചകനായ യെശയ്യാവ് ഹല്ലേലൂയ അതിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേറെ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. 33 വയസ്സുള്ള കോമള രൂപിയായ മനുഷ്യരെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട നിലയിൽ ഹല്ലേലൂയ അവൻ തീർന്നു എന്ന് പ്രവചനാത്മാവിൽ യെശയ്യാവ് കണ്ടിരിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവനെ അടിച്ച് ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം
അതേ ഹാൽ തകർന്നു. നമ്മുടെ അകർത്ത അതിക്രമങ്ങൾ നിമിത്തം തകർന്നു. ഹാലിൽ ഇരിക്കുന്നവനായ യേശു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്നു. വിശ്വാസത്തോടെ ഈ തിരുമേശിലേക്ക് കരങ്ങൾ നീട്ടിയാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ഒരു സൗഖ്യം വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ ഈ തിരുമേശയിലേക്ക് കരങ്ങളെ നീട്ടിയാൽ അവിടെ ദൈവശക്തി വ്യാപരിക്കും. നിന്റെ ശരീരത്തിനും ദൈവം വിടുതൽ നൽകി തരും. ഹല്ലേലൂയ. എന്നാൽ അയോഗ്യമായ ആരെങ്കിലും കരങ്ങളെ നീട്ടിയാൽ ബലഹീനരായി പോകും, രോഗികളായി പോകും. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ തിരുമേശയിലേക്ക് കരങ്ങളെ നീട്ടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഏതെങ്കിലും കർത്താവിൻ്റെ ഈ ശരീരത്തോട് ബന്ധപ്പെടുന്നതിന് തടസ്സമായി ഏതെങ്കിലും അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിക്കുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൽ അടയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ മഹത്വം. ഈ ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കായിരിക്കാം. ഏതെങ്കിലും അനുഭവങ്ങൾ, അത് നമ്മുടെ നോട്ടത്തിലാകാം, ഭാവത്തിലാകാം, സംസാരത്തിലാകാം, പ്രവൃത്തിയിലാകാം, കർത്താവിൻ്റെ ക്രൂശിനെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ്രക്തത്താൽ കഴുകൽപ്പെടുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒരു സമർപ്പണത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങൾ, ഹല്ലേലൂയ, അത് ഞാനിവിടെ രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളും ആകുന്നുവല്ലോ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം കരങ്ങളെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താഴും കഴിച്ചേശോൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് യോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിരകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം.